നല്ല തണുപ്പും കോടമഞ്ഞോ, ഒരു ജാക്കറ്റ് വേണ്ടേ? തണുപ്പൊക്കെ ശീലമായത്. ഇതിപ്പോ ഒരു കാറ്റടിക്കുമ്പോ അങ്ങ് പൊക്കോളും. തനിക്ക് എന്തെങ്കിലും മേടിക്കാൻ ലണ്ടനിലെ ഒരു ഷോപ്പിംഗ് സെന്ററിലൂടെ നടന്നപ്പം അവിടെ ഒരു മാനിക്കൻ ഇട്ട് കണ്ടിരുന്ന എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഈ ചന്ദ്രനിലേക്ക് പോകുന്നവരിടുന്ന കൂട്ട് സാധനങ്ങളൊക്കെ എനിക്ക് നല്ല ഇറച്ചിയാണ്. ഡേവിസ് സ്വെറ്റ് സൈലന്റ് സേവിയർ പൈങ്കാരത്ത്. അങ്ങനെ നമ്മുടെ കല്യാണമായി. രജിസ്ട്രാർ ഇങ്ങോട്ട് വരുമോ? നമുക്ക് എന്തിനാ ചാടാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓ അതൊക്കെ സെറ്റാന്നേ. രജിസ്ട്രാർ ഉച്ച കഴിഞ്ഞെങ്കിൽ എത്തും. പപ്പയുടെ ഫ്രണ്ടില്ലേ ജോർജങ്ങള്, അന്ന് പെണ്ണ് കാണാനുണ്ടായിരുന്നേ. പുള്ളിയെ എല്ലാം സോർട്ട് ചെയ്തിട്ടുണ്ട്. ഓഹോ, വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ല, അത് കഴിഞ്ഞ് കിട്ടിയാൽ മതി. വേറെ എന്ത് കോംപ്ലിക്കേഷൻ? ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത് 4 ആഴ്ച കഴിഞ്ഞു. ഡോക്യുമെന്റ്സ് നോക്കി സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമുള്ളൂ. പള്ളി കെട്ടുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്പൗസ് വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെക്കും. പിന്നെ പള്ളി കെട്ടിയാൽ എന്ത്, കെട്ടിയില്ലേലെന്ത്. എന്നിട്ട് ഞാൻ ഓടിയെത്തിയപ്പോഴേക്കും ഫ്ലൈറ്റിന്റെ പാട്ടിന് പോയി. അയ്യോ, അതെന്താ അങ്ങനെ? എമിറേറ്റ്സിനെ ഞാൻ ഫോളോ ചെയ്യുന്നതല്ലാണ്ട് അവർ എന്നെ ഫോളോ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ആദ്യത്തെ UK പോക്ക് ചത്താലും മറക്കത്തില്ല. വെറുതെ ഇരുന്നിരുന്ന ശരീരമല്ലേ. ഓടി കഴിച്ചെത്തിയപ്പോഴേക്കും വായിക്കൂടെ നൊരയും പതയും വന്നു. അത് പറഞ്ഞപ്പോഴാ ഞാൻ ഇന്നലെ ഓൺലൈനിൽ പൗഡർ മേടിക്കാനായിട്ട് പൗഡറിന് സെർച്ച് ചെയ്തപ്പോൾ പൗണ്ട് നായിപ്പോയി. നോക്കിയപ്പോൾ ഒരു പൗണ്ടിന് 102 ഇന്ത്യൻ റുപ്പീസ്. അവിടെ സാലറി എത്രയുണ്ട്? ലോൺ എന്തെങ്കിലും ഉണ്ടോ ഓൾറെഡി? മോനിഷയെ കല്യാണം വിളിക്കുന്നുണ്ടോ? ഞാൻ ഓൾറെഡി വിളിച്ചു കേട്ടോ. എല്ലാം ഇടിഞ്ഞു വീഴാൻ പോവാണ് ഗൈസ്. ഓ മോണിക്ക, അച്ഛന്റെ ചേട്ടന്റെ മോള്. പിന്നെ മോനിഷ നമ്പ്യാർ നമ്മുടെ കൂടെ സ്കൂളിലുണ്ടായിരുന്നേ. കഴിഞ്ഞ UK വന്നതേ. ഞങ്ങൾ ഒരുമിച്ച് കുറച്ചു കാലം ജോലി ചെയ്തായിരുന്നു. അങ്ങോട്ട് വരുന്ന കല്യാണക്കാരൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴാ. ഡേവിസിന് കല്യാണം ആലോചിച്ചിരുന്നു എന്നും വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തോണ്ട് നടന്നില്ല. ഡേവിസിന് ഭയങ്കര ഇഷ്ടമായിരുന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇഷ്ടന്നൊക്കെ പറഞ്ഞ ജോലിയൊക്കെ എങ്ങനെയുണ്ട് അവിടെ? ജോലിയൊക്കെ കണക്കാതെ കൃത്യമായി ശമ്പളം കിട്ടുന്നതുകൊണ്ട് മാത്രം കുളിച്ചൊരുങ്ങി പൊട്ടും കുത്തി പോകുന്നു. എന്നെക്കാളും പ്രായത്തിന് കൂട്ട് തള്ളാരാന്നേ കൂടുതലും. പിന്നെ ഒരു മലയാളിയുണ്ട്. പക്ഷേ ദൈവം സഹായിച്ചൊരു മനുഷ്യരോട് മിണ്ടത്തില്ല. ആ കൂട്ട് ഞാനുമായിട്ടാ. ഡിനോയ് എബ്രഹാം. ഈസ് എ ക്യൂട്ടസ്റ്റ് ഇൻ ദ ബിൽഡിംഗ്. ക്യൂട്ട് എന്ന് പറയുമ്പോ അതല്ല, നമ്മുടെ കല്യാണം ഇന്ന് എന്തായാലും ലീഗലി രജിസ്റ്റർ ആകുവാണല്ലോ. വൈകിട്ടൊന്ന് പുറത്തു പോയാലോ? എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും തിരിച്ചു വരാം. വല്ല ട്രക്കിങ്ങോ ആയിരിക്കും. ഞാനെങ്കിലും ഈ തണുപ്പത്ത് മല വലിഞ്ഞേറെ. അതുമല്ല, കൂണൂർ ടൗണിൽ തന്നെ ഒരു ഓയോ ഹോട്ടലുണ്ട്. നമുക്കിന്ന് പ്ലാനിങ് ഒക്കെ കേട്ടിട്ട് പഴയ ഓയോക്കിങ് ആയിരുന്നു തോന്നുന്നല്ലോ. ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചാണ്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ശരിക്കും മനസ്സിലായി. ദേ ഇവിടെ ഉണ്ട്, കൊടുക്കാം. കുഞ്ഞാൻ്റെ അമേരിക്കന്ന്. ഡാൻസോ? ഞങ്ങള് പഠിപ്പിക്കാം സ്റ്റെപ്സ്. We're all gonna dance and have a blast. Better be prepared. ഞങ്ങളൊരു വലിയ ഗ്രൂപ്പ് കാണും from America. പിന്നെ ഹൽദിക്ക് എല്ലാരും യെല്ലോ ടീമാണ്. ഓക്കേ? മഞ്ഞയോ? ഞങ്ങൾ എന്താ കൊണ്ടുവരണ്ടേ അമേരിക്കന്ന്? ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അങ്ങോട്ട് വന്നുവിടാ. ഒരു മലയാളം ഡിക്ഷണറി. നമ്മൾ വിസയുടെ കാര്യം സംസാരിച്ചോണ്ട് നിൽക്കുമല്ലായിരുന്നോ? ഇന്നത്തെ ദിവസം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിനക്കറിയത്തില്ലേ? നീ ഈ ഫേസ് ടൈം കളിച്ച് നിൽക്കുക. ഈ പേക്കൂത്ത് കാണാനാണോ പാലായിന്ന് പലകാല വെളുപ്പിന്നെ പന്നിക്കൂട്ടം പോലെ ഞങ്ങൾ പാഞ്ഞു വന്നത്? കതിർപ്പള്ളിയിലെ പെരുന്നാളാ, രഥവും തുള്ളതാ. അത് വിട്ടിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്.